ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്നുള്ളത് വേറൊരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു. അതായത് ഈ മന്ത്രം ജപിച്ച ആളുകൾക്കൊന്നും കഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗയം എന്നാൽ പ്രാണനെന്നും ത്രി എന്നാൽ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാണരക്ഷാർത്ഥം നമ്മൾ ചെയ്യുന്നത് ഗായത്രി മന്ത്രം ജപിച്ചാൽ നമ്മുടെ പ്രാണനെ രക്ഷിക്കും. നമ്മുടെ ആപത്തുകളെ തടയാൻ ഗായത്രി മാതാവ് നമ്മളതിനെ അനുഗ്രഹിക്കും എന്നാണ്. അപ്പോൾ ശക്തിസ്വരൂപമായിട്ടുള്ള ഗായത്രി ജീവാത്മപരമാത്മാക്കളെ പരസ്പരം ബന്ധിക്കുന്ന കണ്ണിയാണ് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. രാജർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സകല ദൈവീക ചൈതന്യങ്ങളുടെയും പ്രാണനാണ് ഗായത്രി. അപ്പോൾ ശക്തിസ്വരൂപമായിരിക്കുന്ന ഗായത്രി ജീവാത്മപരമാത്മാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. നമ്മൾ ജീവനെയും പ്രാണനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഗായത്രി. ഈ ഗായത്രി മന്ത്രം എപ്പോൾ ജപിക്കാമെന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണത് ശരിക്കും ജപിക്കേണ്ടത്. മാക്സിമം നമ്മളൊരു കാലത്ത് 6 മണിക്കോ അധികം വൈകിയ 8 മണിക്കോ മുൻപൊക്കെ ആയിട്ട് ഈ ഗായത്രി മന്ത്രം ജപിച്ച് തീർക്കണം. ചന്ദ്രമാല ഉപയോഗിക്കാം. 108 മണികളുള്ള ചന്ദ്രമാല, അല്ലെങ്കിൽ 54 മണി, 27 മണിയായാലും കുഴപ്പമില്ല. അതിങ്ങനെ 108ൻ്റെ പകുതി 54, നല്ല പകുതി 27, അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ജപമാലയ്ക്ക് തയ്യാറാക്കുമ്പോൾ. ചന്ദ്രമാല ഉപയോഗിക്കാം, തുളസിമാല ഉപയോഗിക്കാം, രുദ്രാക്ഷമാല ഉപയോഗിക്കാം, എന്തെങ്കിലും വസ്തുക്കൾ, അതായത് സ്ഫടികമാല ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മന്ത്രജപത്തിന് ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിക്കണം. എന്നാലാണ് അതിന് ശക്തി ഉണ്ടാവുള്ളൂ. കുറഞ്ഞത് ഒരു 108 ഉരെയെങ്കിലും നിത്യേന ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. അതിനുള്ള സമയം കണ്ടെത്തണം. നമ്മളതങ്ങനെ ഒരു വഴിപാട് പോലെ കഴിക്കുകയല്ല വേണ്ടത്. മനസ്സിരുത്തി മനനാൽ ത്രായത് ഇതി മന്ത്ര, മനസ്സിൽ അതായത് ചുണ്ടനങ്ങാൻ പോലും പാടില്ല എന്നാണ് പറയുക. മന്ത്രം ജപിക്കുന്ന സമയത്ത് മനസ്സിലാണത്രേ ജപിക്കേണ്ടത്. അപ്പോൾ വെറും തറയിലിരുന്ന് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പുൽപ്പായിടാം, അതേപോലെ തന്നെ മൃഗചർമ്മങ്ങൾ ഉപയോഗിക്കാം. പുലിത്തോല്, ഇപ്പോൾ പുലിത്തോലൊന്നും കിട്ടാൻ വഴിയില്ല. കമ്പളം അഥവാ കമ്പിളി, അതും മൃഗചർമ്മം തന്നെയാണല്ലോ. അത് ഉപയോഗിക്കാം. എന്നിട്ട് വേണം ജപിക്കാൻ. അതേപോലെ തന്നെ പഞ്ചശുദ്ധി പാലിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാമെന്നുണ്ട്. എന്താ ഈ പഞ്ചശുദ്ധി? ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. ഇതാണ് പഞ്ചശുദ്ധികൾ. അപ്പോൾ ഇതിൽ നിന്നും പഞ്ചശുദ്ധികൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഗായത്രി മന്ത്രം എന്താ ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇതൊക്കെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ കാണണം. അതേപോലെ തന്നെ ഈ ഗായത്രി ജപം ഭുക്തിയും മുക്തിയും നൽകണോ എന്നുള്ളതാണ്. ഭുക്തിയും മുക്തിയും നൽകുക, മനുഷ്യനെ മുക്തനാക്കുക, പാപങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്